നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെ പരിസരവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളും വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അണിചേർന്ന പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ CP സജീവൻ, സെബി കൊടിയൻ, പ്രതിഷേധ കൂട്ടായ്മ കൺവീനർ ജോമോൻ കാഞ്ഞിരത്തിങ്കൽ, ജോസഫ് മാളിയേക്കൽ, സുനിൽകുമാർ വിളക്കത്തറ, KL യോഹന്നാൻ, ബിനോയ് കൊടിയൻ എന്നിവർ പ്രസംഗിച്ചു. മൊബൈൽ ടവർ സ്ഥാപിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുന്നതുവരെ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധ കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. നമ്മുടെ ഈ ടവർ നിർമ്മിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ വ്യക്തിപരമായി നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പ്രതിഷേധ സമരത്തിനും നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമ്മളെ കളക്ടറേറ്റിലേക്ക് വിളിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളെ ഒന്ന് കൗൺസിൽ ചെയ്ത് ഇതിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വിളിക്കേണ്ടാവുക. ജനവാസ മേഖലയിൽ നടത്തുന്ന ടവർ നിർമ്മാണത്തിന് ഇത്രയും ജനപിന്തുണയോടുകൂടിയാണ് ഇവിടെ ഈ സമരം, ഇവിടെ പ്രതിഷേധ സമരം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ ടവർ ഈ ജനവാസ മേഖലയിലായതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും തടിച്ചുകൂടിയിട്ടുള്ളത്. ഇതൊരു സമരം, ഒരു തുടക്കം മാത്രമാണ്. ഈ സമരം, ഈ പ്രതിഷേധ സമരം ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെയുള്ള വീട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് ഈ പ്രതിഷേധം അറിയിക്കുകയാണ്. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. നമുക്കറിയാം, കോവിഷീൽഡ് വാക്സിൻ കുത്തിവെച്ചവർ, ഞാനടക്കമുള്ളവർ കുത്തിവെച്ചിട്ടുണ്ട്, നമ്മളെ പലരും കുത്തിവെച്ചിട്ടുണ്ട്. 3 ഇതൊക്കെ കർണാടകത്തിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരുടെ എണ്ണം എടുത്തപ്പോഴത്തേക്ക്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോഴത്തേക്ക് മരിച്ചവരിലധികവും കോവിഷീൽഡ് എന്ന വാക്സിൻ ഉപയോഗിച്ചവരാണെന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുഴപ്പമില്ലെന്ന് പറയും. 7 വീട്ടിലോളം ക്യാൻസർ രോഗികളുണ്ടായിരുന്നു. ഞാൻ അന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പരാതി കൊടുത്തിരുന്നു, എന്തുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്നു എന്നുള്ളത്. അത് 90% വയറ്റിലാണ് ക്യാൻസർ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിൽ ഭൂരിഭാഗവും ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് 7 അല്ല, അതിൽ കൂടുതലായിരിക്കും. ഇതിൻ്റെ റേഡിയേഷൻ, നമുക്ക് അവർ പറയുന്ന റേഡിയേഷൻ ഇല്ല, ഇതുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും അല്ല. ഇതിനെക്കുറിച്ച് പഠനം ചെയ്തവർക്കൊക്കെ അറിയാം. ഇതിന് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ തെങ്ങുകൾക്ക് വരെ ബാധിക്കുന്നതാണ് അവർ പറഞ്ഞത്, തെങ്ങുകൾക്ക് വരെ. അപ്പം അത്രയും റേഡിയേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് ഇരുമുപ്പാടെ നമുക്കിത് കോടതിയിൽ നിന്ന് ഇവിടെ പറ്റില്ല എന്നുള്ളൊരു വിധി വയ്ക്കണം. അതിന് നമുക്ക് സജീവമായിട്ട് മുന്നോട്ട് പോകണം. അത് കിട്ടുന്നത് വരെ നമ്മുടെ ഈ സമരത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വടക്കാഞ്ചേരിയിൽ കാറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലിടിച്ച് അപകടം. നവജാത ശിശുവടക്കം 3 പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 6-ാം വാർഡ് മെമ്പറുമായ ഭദ്ര മനുവിന് ആദരം 2025 സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സംഘാടക സമിതി ചെയർമാൻ PG മോഹനൻ ഭദ്ര മനുവിനെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. തുളസി കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളും 59-ാം നമ്പർ അംഗൻവാടി ജീവനക്കാരും ഭദ്ര മനുവിന് ഉപഹാരങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശൈലജ മോഹനൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം രജിത വിജയൻ, ആശാ വർക്കർ നിംജി രാജേഷ്, അംഗനവാടി വർക്കർമാരായ രമ പ്രശോഭിതൻ, ജെസി ഡാനിയൽ, സുനിത രാമചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ KM അനിൽകുമാർ, ADS സെക്രട്ടറി K അജിത കുമാരി, സിന്ധു അനിൽകുമാർ, ഉഷ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അസംഘടിത നിർമ്മാണ തൊഴിലുറപ്പ് മേഖലകളിലെ തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനപ്രസാദ് നമ്പൂതിരിക്ക് കല്ലൂർ ശിവക്ഷേത്ര ഉപദേശക സമിതി സ്വീകരണം നൽകി. പൂർണ്ണകുംഭം നൽകിയാണ് പ്രസാദ് നമ്പൂതിരിയെ സ്വീകരിച്ചത്.
സ്വീകരണ ചടങ്ങിൽ പി ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുന്ദരി മോഹൻദാസ്, കല്ലൂർ ബാബു, സന്ദീപ് കണിയത്ത്, മുരളി പുതുമന, എ നാരായണൻകുട്ടി, വാസുദേവൻ ഇടക്കട്ടിൽ, ആദർശ് വെളുത്തേടത്ത് എന്നിവർ പ്രസംഗിച്ചു. കനകമല കുരിശുമുടി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായി യോഗം നടത്തി. വികാരി ഫാദർ ഡെയ്സൺ കവലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ വർഗീസ് കളിയത്ത് പറമ്പിൽ, കുരിശുമുടി കൺവീനർ ഷിജു പഴയടത്ത് പറമ്പിൽ, ഫുഡ് കൺവീനർ സൈമൺ കരൂറ്റിക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ ഷോജൻ ഡി വിധേയത്തിൽ, ലിറ്റർജി കൺവീനർ സിസ്റ്റർ ഡെസ്റ്റിൻ എന്നിവരടങ്ങിയ 21 കൺവീനർമാരെയും ജോയിന്റ് കൺവീനർമാരെയും കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഫെബ്രുവരി 15-ന് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനം ആരംഭിക്കും. യോഗത്തിന് കൈകാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. തുണിക്കടയിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ കടന്നുകളഞ്ഞ കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. മതിലകം കൂളിമുട്ടം തോട്ടുങ്ങൽ സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ അൽത്താഫിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 24-നായിരുന്നു സംഭവം. എടവിലങ്ങ് നടവരമ്പ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇ ടൗൺ കാഷ്വൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നും 3400 രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ പോയെന്നാണ് കേസ്. കടയിൽ വന്ന പ്രതി 2 ജീൻസും 3 ടീഷർട്ടുകളുമാണ് വാങ്ങിയത്. തുടർന്ന് പണമടയ്ക്കുന്നതിനായി കടയിലെ ജീവനക്കാരന്റെ ഫോൺ നമ്പർ വാങ്ങുകയും ഗൂഗിൾ പേ വഴി പണമയക്കുന്നതായി അഭിനയിക്കുകയും പണമയച്ചതിന്റെ സിംബൽ ജീവനക്കാരന് കാണിച്ചു കൊടുത്ത് സ്ഥലത്ത് നിന്ന് പോവുകയുമായിരുന്നു. സാങ്കേതിക തകരാർ കാരണമാവും പണം അക്കൗണ്ടിൽ കയറിയതിന്റെ മെസ്സേജ് വരാത്തത് എന്നാണ് ജീവനക്കാരൻ കരുതിയത്. കുറച്ചു സമയം കഴിഞ്ഞിട്ടും പണം കയറാതെയായപ്പോൾ കടയുടമയെ വിവരമറിയിക്കുകയും തുടർന്ന് പരിശോധിച്ചതിലാണ് പണം അയച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു. അൽത്താഫ് മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും മതിലകം, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 കവർച്ച കേസുകളിലും 3 മോഷണ കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 1 കേസിലും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത 2 കേസുകളിലുമടക്കം 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കല്ലൂർ പച്ചളിപ്പുറം കണിമംഗലത്തുകാരൻ ജോസ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബർസിയാണ് ഭാര്യ. ജോബി, ഷിജി എന്നിവർ മക്കളും ഡെറിൻ, പരേതനായ വിനു എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,295 രൂപയും പവന് 90,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.